വാട്ട് യു മീൻ? മനസ്സിലായില്ലല്ലേ എന്താണെന്ന്? കാട്ടിത്തരാം. UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ? ഐ മീൻ കൊഴിയാള ഇന്ന് വീട്ടിൽ മീൻകറി കൊഴിയാളയാണ് കേട്ടോ. അല്ലെങ്കിൽ നാളെ ചിലപ്പോ ചൂര കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഈ നെത്തോലി കിട്ടുമെങ്കിൽ ഞങ്ങളത് മേടിക്കും. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ, വടക്കോട്ടേക്ക് പോകുമ്പോൾ തെക്കൻ കേരളത്തിലെ ഈ ഭാഷകൾ, ഈ കൊഴുവ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മീനുകൾ, അങ്ങനെയുള്ള മീനുകൾ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരടുത്ത് വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ വാട്ട് യു മീൻ എന്നാണ് ചോദിക്കുന്നത്. സണ്ണി ജോസഫ് ചോദിച്ചത് ആരോടുകൂടി എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ മൈക്ക് മനോരമയോടാണ്. ഇത്രയും ദിവസം മനോരമയായിട്ട് ബൈ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നടന്നതാണ്. തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വിട്ടതിന് ശേഷം കോൺഗ്രസിന്റെ കട്ട പുക വരുമെന്ന് മനോരമ കൂടി പ്രവചിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആകെ പിടിവിട്ടൊരവസ്ഥയാണ്. ആ നിലയ്ക്കാണ് വയനാട് ഫണ്ടിൽ മൊത്തം കൃത്രിമമാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്ക് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീട്ടിൽ പോയി ചോദ്യര് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഞാൻ ചോദിക്കുന്നില്ല എന്ന് സ്വയം നിയന്ത്രിച്ച് പറയുകയാണ്. അതായത് ഈ ഉള്ളത് ചോദിച്ചാൽ തുള്ളിപ്പോകുമെന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ, അതുപോലെയാണ് സണ്ണി ജോസഫിന്റെ വാട്ട് യു മീൻ എന്ന ചോദ്യം. മൊത്തം കണ്ടേ. UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ? അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുണ്ട്. എന്താ പറഞ്ഞത്? ക്രമക്കേടൻ ഒന്ന് പറഞ്ഞേ, ക്രമക്കേട് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അല്ല, അതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്താ ഒന്ന് പറഞ്ഞേ? ആരോപിച്ച എന്താന്നൊന്ന് പറഞ്ഞേ, അല്ല അത് കൃത്യമായി എന്താന്നൊന്ന് പറഞ്ഞേ, അല്ല അതിൽ എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല ഞാൻ പറയാം, എന്താന്നൊന്ന് പറഞ്ഞേ. പറയാം. അതായത് ശബരിമല കൊള്ള പോലെയാണോ? അയ്യപ്പ സംഗമത്തിലെ കൊള്ള പോലെയാണോ? എന്താന്നൊന്ന് പറഞ്ഞേ. 10 പൈസയുടെ ക്രമക്കേടില്ല, 10 പൈസയുടെ ക്രമക്കേടില്ല, നയ പൈസയുടെ ക്രമക്കേടില്ല. ഞാനാ KPC പ്രസിഡന്റ്, ഞാനാ മാധ്യമങ്ങളോട് പറഞ്ഞ, ജനങ്ങളോട് പറഞ്ഞ 10 രൂപയുടെ ക്രമക്കേടില്ലെന്ന് കേട്ടോ. അതൊന്നും വിലപ്പോയില്ല. അതിന്റെ പേരിലൊന്നും ശബരിമല കൊള്ള 5 കോടിയിലധികം രൂപ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായ തെളിവുകളുണ്ടോ? ഫണ്ടിന് മാത്രമാണോ? ശരി പ്രസിഡന്റ്, വേറെ പണിയുണ്ട് എനിക്ക് കേട്ടോ. അല്ല ഇതിനകത്ത് ഇത്ര പ്രകോപിതരാവേണ്ട കാര്യം എന്താ? എനിക്ക് വേറെ പണിയുണ്ട് സമയം. പ്രകോപിതരാവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അനാവശ്യ ചോദ്യം ചോദിച്ചോണ്ട്. അല്ല അനാവശ്യ ചോദ്യമാണോ? പറഞ്ഞാൽ മനസ്സിലാവോ? അല്ല അനാവശ്യ മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ? അനാവശ്യ ചോദ്യമാണോ? തീർത്തും അനാവശ്യ ചോദ്യം. ബന്ധപ്പെട്ട എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചല്ലോ. നിങ്ങൾക്കറിയാവോ നയാ പൈസയുടെ അഴിമതിയില്ലാത്ത, തിരിമറിയില്ലാത്ത, വ്യത്യാസമില്ലാത്ത ഒരു കണക്ക് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിന്റെ ചുറ്റും നടക്കുന്നത് സ്വാഭാവിക ചോദ്യം. ന്യായമായിട്ട്, യുക്തിഭദ്രമായിട്ട്, സത്യസന്ധമായിട്ട് ചോദ്യം ചോദിക്കണം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ മീഡിയ. അതിൽ കൂടുതൽ പണം വന്നിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. പുറത്തുവിട്ട കണക്കുകൾ മാത്രമല്ല എന്നൊക്കെയാണ് ആരോപണങ്ങൾ. അത് മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നില്ല കേട്ടോ. ഒന്നും ആയിട്ടില്ലല്ലോ. നാട്ടുകാരെ ഇനി എടുത്തിട്ട് അലക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. നാട്ടുകാരുടെ ഫണ്ട് ആപ്പ് വെച്ച് പിരിച്ച് മുക്കിയതിന് ശേഷം 5 കോടി രൂപ നോട്ടീസ് എഴുതി കൊണ്ടുവന്ന് വായിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ദാ കിടക്കുന്നു, നിങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ മുഴുവൻ കണക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്തസ്സായിരുന്നു. ഇത് നോട്ടീസിന്റെ പുറകിലുള്ള സൈഡിൽ കൊണ്ടുവന്നിട്ട് ആപ്പ് വഴി പിരിച്ച പണം ഇതെന്ന് സതീശൻ തന്നെ ചാവേറാക്കി ഒരു കണക്ക് എഴുതി കൊടുത്ത് അവതരിപ്പിച്ചു എന്നതിനപ്പുറം പല കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. വിദേശത്തുള്ള, പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ടുള്ള സംഘടനകൾ, കോൺഗ്രസിനെ അനുകൂലിക്കുന്ന OICC ഉൾപ്പെടെയുള്ള സംഘടനകൾ, അത് സൗദിയിലായിക്കോട്ടെ, ഖത്തറായിക്കോട്ടെ, UAE ആയിക്കോട്ടെ, അവിടങ്ങളിലുള്ള എല്ലായിടത്തു നിന്നും പലരും ലക്ഷക്കണക്കിന് രൂപയാണ് പിരിച്ചയച്ചു കൊടുത്തത്. അത് തന്നെ ഇതിനോടകം തന്നെ 5 കോടി കവിഞ്ഞു കാണും ഗൾഫിൽ നിന്ന് കിട്ടിയ പണം. ഇതെല്ലാം കിട്ടിയതിന് ശേഷം ഇവിടുത്തെ മുതലാളിമാരെല്ലാം കൂടി കൊടുത്തപ്പോൾ അന്നത്തെ സന്ദർഭത്തിൽ 54 കോടി രൂപയായതിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് കൈപ്പറ്റി, എങ്ങനെ കൈകൊണ്ട് പറ്റി പോക്കറ്റിലിട്ടു കൊണ്ട് വീടുകളിൽ പോയി. അങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയവന്മാരുടെ കണക്കുകളെ ചോദിക്കുമ്പോൾ വിറളി പിടിക്കുകയാണ്. എപ്പോഴാണ് ഒരാൾക്ക് ഒരു ചോദ്യം അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അലോസരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാതെ വരുമ്പോഴാണ്. ഇപ്പോൾ നമുക്കൊരാളടുത്ത് ചോദ്യം ചോദിക്കാം, ഇല്ലാത്ത കാര്യം ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നു വരാം. പക്ഷേ ഒരു സംഭവത്തിന്റെ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്കിതാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങ് തന്നേക്കാം, നിങ്ങൾ തന്നെ പരിശോധിച്ചോളൂ
എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ആ കണക്ക് പുറത്തു വിടുന്നതിന് പകരം CMDRF പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര രൂപ വന്നു, അതെന്തിനൊക്കെ ചെലവഴിച്ചു എന്ന് ഡേ ബൈ ഡേ ഏത് പൊതുജനത്തിനും നോക്കിയാൽ കണക്കറിയാൻ പറ്റുന്നത് പോലെയുള്ള ഒരു ആപ്പിലൂടെ 1-2 പൈസയ്ക്കല്ല, ഈ ലോകത്താദ്യമായിട്ട് 9 ലക്ഷം രൂപ, അതായത് 10 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രത്യേക ആപ്പ് ഉണ്ടാക്കി. ആ ആപ്പ് ഉണ്ടാക്കിയിട്ട് 1.5 വർഷത്തിനകത്ത് ആ ആപ്പ് മുക്കിയിട്ടുണ്ടെങ്കിൽ, കാര്യം ആ 10 ലക്ഷം രൂപ വെള്ളത്തിൽ പോയി കഴിഞ്ഞു. അങ്ങനെയുള്ള ആ 10 ലക്ഷം രൂപയുടെ ആപ്ലിക്കേഷൻ പണം പിരിച്ചതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കയറി നോക്കാൻ പറ്റുന്നില്ല, ട്രാൻസ്പാരൻസി ഇല്ലാതെ അതിനെ മുക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ കണക്ക് ജനം അറിഞ്ഞാൽ ഞങ്ങളുടെ ഉടുതുണി അഴിഞ്ഞു പോകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് അത് മുക്കി വെച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെ തിരിച്ച് ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് നേരെ കടന്നാക്രമണം നടത്തിയും അവർക്കെതിരെ പൊട്ടിത്തെറി നടത്തിക്കൊണ്ട് മനോരമയോട് തന്നെ കോൺഗ്രസ് ഈ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മൊത്തം പിടിവിട്ടു പോയ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് വാട്ട് യു മീൻ എന്നതിൽ നമ്മൾ ഒരു മീനിനെ എടുത്ത് ഉയർത്തി കാട്ടിക്കൊടുക്കേണ്ടതാണ്. ഇത് തന്നെ ഫണ്ണി ജോസഫേ എന്ന് ചോദിക്കേണ്ടതാണ്. പക്ഷേ ഈ നാടിൻ്റെ മര്യാദ കൊണ്ട് അത് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ.